സുബ്ഹാനല്ലാഹ്. ഇപ്പൊ അവർക്കൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. എന്താ അതിന്റെ പേര്? ലെഗിൻസ് എന്നാണ് അതിന്റെ പേര്. ലെഗിൻസ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിരുന്നു മുമ്പ് ഖാസിയാത്തുൻ ആരിയാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു ഖാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്ത് ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദ്ന റീഹഹാ. ഒരു വിഭാഗം സ്ത്രീകളുണ്ട്, അവർ സ്വർഗത്തിൽ കടക്കൂല എന്ന് മാത്രമല്ല വലാ യജിദ്ന റീഹഹാ, ആ സ്വർഗത്തിൽ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അടിച്ചു വീശുന്ന പരിമളം, ആ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയൂല. ആരാണ് ആ സ്ത്രീകളെന്നറിയുമോ? ഹബീബായ തങ്ങൾ പറയുന്നു കാസിയാത്തുന അതേ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ധരിച്ചിട്ടുണ്ടോ. എന്നാൽ അവർ നഗ്നരാണോ? അതേ നഗ്നരാണോ. വസ്ത്രം ധരിച്ചതിന് യാതൊരു കാര്യവുമില്ലാത്ത ആളുകളാ കാസിയാത്തുന എന്നാൽ അതിന്റെ നേർ പുലർച്ചയില്ലേ ലെഗിൻസ് എന്ന് പറയുന്ന ഡ്രസ്സ് നിങ്ങളൊന്ന് ആലോചിച്ചോ. അങ്ങാടികളിലൂടെ അന്യപുരുഷന്റെ മുന്നിലൂടെ ഒരു നാണവുമില്ലാതെയല്ലേ യുവതി ആ ഡ്രസ്സ് വിട്ട് നടക്കുന്നതോ. സുബ്ഹാനല്ലാഹ്. അവളുടെ കാലിനെത്ര വണ്ണമുണ്ട്, അവിടെ തുടക്ക് എത്ര വീതിയുണ്ട്, എല്ലാം അന്യപുരുഷനോ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലോ വസ്ത്രം ധരിച്ചതും ധരിക്കാത്തതും സമമാകുന്ന രൂപത്തിലുള്ളൊരു വസ്ത്രമുണ്ടോ അതും ധരിച്ചുകൊണ്ടാണ് യുവതികൾ നടക്കുന്നത്. നഊദു ബില്ലാഹ്. അതുപോലെ ഞാൻ നേരത്തെ ചെറുപ്പക്കാരൻ നെരിയാണിയുടെ മുകളിൽ പാന്റ് വരിക്കുന്നത് പറഞ്ഞല്ലോ, അതുപോലെ ഇന്ന് യുവതികൾക്ക് കൗമാരക്കാരികളായ ആളുകൾക്ക് ഇന്ന് പർദയോട് വലിയ താല്പര്യമാ. ഇന്ന് പർദ വലിയ ട്രെൻഡായി മാറിയിരിക്കുന്നു. എന്റെ യുവതികൾക്ക് ഈമാൻ വന്നതാണോ അല്ല പർദയുടെ ഈമാൻ പോയതാണോ? ചിന്തിച്ചു നോക്കൂ സഹോദരാ. പണ്ടുകാലത്ത് പർദ ധരിക്കണമെന്ന് വയത് പറഞ്ഞാൽ ഉസ്താദേ അത് പ്രായമായ ഉമ്മമാരുടെ വേഷമല്ലേ, അത് വയസ്സായവരല്ലേ ധരിക്കാറുള്ളതോ, ഞങ്ങള് ചെറുപ്പക്കാരികളല്ലേ എന്ന് ചോദിച്ച ചെറുപ്പക്കാരികൾ അവർക്കിന്ന് പർദയാ ഏറ്റവും വലിയ ട്രെൻഡായി മാറിയിരിക്കുന്നതോ. എന്താണെന്ന് അറിയുമോ? പണ്ടുകാലത്തെ പർദയിലുള്ള ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാൻ ഇപ്പോഴത്തെ പർദയിൽ കാണുന്നില്ല. അഥവാ അതേ ഇന്ന് സ്ത്രീകൾ ധരിക്കുന്ന പർദ എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിന് ഷേപ്പ് ഒപ്പിച്ചിട്ട് ഇറങ്ങുന്നതാണോ? അവരുടെ ശരീരത്തിന്റെ ഘടനകളും വണ്ണകളും വലിപ്പങ്ങളുമെല്ലാം അതേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലോ ടൈറ്റ് ഫിറ്റായ പർദയും ധരിച്ചുകൊണ്ടാണ് ചെറുപ്പക്കാരികൾ നടക്കുന്നത്. ഓ യുവതികളെ, ഓ ഉമ്മമാരെ, അത് ഫാത്തിമ ബീവിയുടെ കോലമല്ല, അത് ഖദീജ ബീവിയുടെ വസ്ത്രമല്ല, അത് ആയിഷ ബീവി പഠിപ്പിച്ച രൂപമല്ല. അതേ പർദ ഇസ്ലാമിക വേഷമാകുന്നത് എപ്പോഴാണെന്നറിയുമോ? അന്യപുരുഷന് നിന്റെ വണ്ണവും വലുപ്പവും മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിലോ അതേ വീതിയുള്ള വിസ്താരമുള്ള ഡ്രസ് നീ ധരിക്കുമ്പോഴാണോ? അല്ലാത്തത് ഇസ്ലാമികമല്ല. ഇന്ന് ബനിയൻ ക്ലോത്തുള്ള പർദയാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതോ ശരീരത്തിനോട് എത്രത്തോളം ഒട്ടി നിൽക്കാൻ പറ്റുമോ അത്രത്തോളം ഒട്ടി നിൽക്കുന്ന പർദകളാണോ? മോളെ, ഫാത്തിമ ബീവി നേതാവായി വരുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ നിനക്ക് കടക്കണമെങ്കിലോ ഫാത്തിമ
പൊരുത്തപ്പെടുന്ന ഡ്രസ്സാ നീ ധരിക്കേണ്ടത്. ഫാത്തിമ ബീവി വഫാത്തിനോട് മരണത്തിനോട് മല്ലടിക്കുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. അതേ വഫാത്ത് അടുത്ത സമയത്ത് ഫാത്തിമ ബീവി കരയുന്നു. വീട്ടിൽ നിന്ന് വല്ലാതെ കരയുന്നത് കണ്ടപ്പോ അതേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അഥവാ റസൂലുള്ളാഹിന്റെ മരുമകനുണ്ടല്ലോ, അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, വലിയ പണ്ഡിത ശ്രേഷ്ഠനായ സ്വഹാബാ കിറാമിൽ വലിയ സ്ഥാനമുള്ള അലി ഇബ്നു അബീ ത്വാലിബ് ഉണ്ടല്ലോ, അവിടുന്ന് ഫാത്തിമ ബേബിയുടെ ഭർത്താവാണോ. ഫാത്തിമ ബേബി കരയുന്നത് കൊണ്ടപ്പോ വന്ന് ചോദിക്കുന്നു, അല്ലയോ ഫാത്തിമ, മോളെന്തിനാ കരയുന്നത്? റസൂലുള്ളാഹിന്റെ മകളുടെ കണ്ണിൽ നിന്ന് എന്തിനാ കണ്ണുനീര് വരുത്തുന്നത്? ആ വിഷയമെന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബേബിയുടെ മറുപടി എന്താണെന്നറിയുമോ? ഉമ്മമാരെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഫാത്തിമ ബീവി അവസാനമായി മരണത്തെ മുഖാമുഖം കാണുമ്പോ അവിടുന്ന് വല്ലാതെ കരയുമ്പോ അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോ അവിടുന്ന് മറുപടി പറയുന്നത് എന്താണെന്നറിയുമോ? അല്ലയോ ഭർത്താവ്, ഞാനിതാ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണോ. മരണത്തെ പേടിയുള്ളത് കൊണ്ടല്ല ഫാത്തിമ കരയുന്നത്, പക്ഷേ ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ എന്നെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കൂലേ, നിങ്ങൾ കഫൻ ചെയ്യൂലേ? എന്റെ മയ്യത്തോ അതേ കഫൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ശരീരത്തിലെ വണ്ണവും വലിപ്പവും ആ മയ്യത്ത് കാണുന്ന ആളുകൾക്ക് പുറത്തുനിന്നും മയ്യത്ത് പൊതിഞ്ഞത് കാണുമ്പോ അന്യ ആളുകളെങ്ങാനും എന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും മനസ്സിലാക്കി പോയാലോ, ഇതോർക്കുമ്പോ എനിക്ക് പേടി തോന്നുന്നു, എനിക്ക് ബേജാറ് തോന്നുന്നു. മഹദിയായ ഫാത്തിമ ബീവി കരയുകയാണോ? അതിനെന്താ മോളെ പരിഹാരം ചെയ്യേണ്ടതോ? അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ അവിടുന്ന് ഫാത്തിമ ബീവിയുടെ മറുപടിയാണോ, അല്ലയോ ഭർത്താവ്, ഞാനേത് സമയത്ത് മരണപ്പെട്ടാലോ ഞാൻ മരിക്കുന്നത് പകൽ സമയത്താണെങ്കിലോ അല്ല രാത്രിയിലാണെങ്കിലോ എല്ലാം നിങ്ങൾ രാത്രിയിലല്ലാതെ മറവ് ചെയ്യണ്ട. ഈ ഫാത്തിമാനെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് രാത്രി സമയത്താവണമെന്നോ ഫാത്തിമ ബീവി അവസാനമായി വസിയത്ത് ചെയ്യുന്നു. ഭർത്താവ് പറയുന്നു, മോളെ ഫാത്തിമ, മോളെ ഇഷ്ടം പോലെ ഞങ്ങൾ പ്രവർത്തിച്ചോളാം. അത് പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെയോ ഫാത്തിമ ബീവി കരയുകയാണോ? പിന്നെയും അവിടുന്ന് വിതുമ്പി തേങ്ങുകയാണോ? അലിയാര് ചോദിക്കുന്നു, ഫാത്തിമ, നിങ്ങൾ പറഞ്ഞ വിഷയത്തിന് പരിഹാരം ചെയ്യാമെന്ന് ഞാൻ ഉറപ്പു തന്നല്ലോ, പിന്നെയും എന്തിനാ കരയുന്നത്? അപ്പയാണ് മഹദിയായ ഫാത്തിമ ബീവി പറയുന്നത്, അല്ലയോ ഭർത്താവ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ മറവ് ചെയ്യാൻ വേണ്ടി മയ്യത്ത് കട്ടിലിൽ ചുമന്നല്ലേ കൊണ്ടുപോകുന്നത്. രാത്രി സമയത്താണെങ്കിലും നിങ്ങൾ കൊണ്ടുപോകുമ്പോ നിങ്ങൾ വിളക്ക് കത്തിക്കൂലേ? ആ വിളക്കിന്റെ വെളിച്ചത്തിലെങ്ങാനോ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ കിടക്കുന്ന എന്റെ മയ്യത്ത് ജനാസ ആരെങ്കിലും കണ്ടുപോയാലോ അന്ന് മയ്യത്ത് കട്ടിലിന് മൂടി വെക്കുന്ന സമ്പ്രദായമില്ല. മയ്യത്ത് കട്ടിലിന് മൂടി വെക്കുന്ന സമ്പ്രദായം അന്ന് വന്നിട്ടില്ല. കട്ടിലിന് മുകളിൽ മയ്യത്ത് ചുമന്നിങ്ങനെ കൊണ്ടുപോകാറാണോ? അങ്ങനെ കൊണ്ടുപോകുമ്പോ എന്റെ മയ്യത്തെങ്ങാനോ അതേ അന്യപുരുഷന്മാരെ കണ്ടുപോയാ
ബേജാറിലാ വിഷമത്തിലാ മഹതിയായ ഫാത്തിമ ബീവി കരയുന്നത്. എന്താ പരിഹാരം ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് അലിയാര് പറയുന്നു. അലിയാരോട് ഫാത്തിമ ബീവി പറയുകയാണ്, ഓ അലി ഇബ്നു അബീ ത്വാലിബ്, ഞാനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തുറന്നു വെച്ച കട്ടിലിൽ കൊണ്ടുപോകണ്ട, എന്നെ കൊണ്ടുപോകുന്ന കട്ടിലിനൊരു മൂടി വെക്കണം കേട്ടോ. അന്ന് മുതലേ മോനെ മയ്യത്ത് കട്ടിലിന് മൂടി വെക്കുന്ന സ്വഭാവമുണ്ടായത്. ജീവിതകാലത്തോ എന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും മറ്റൊരാൾ കാണുമോ എന്ന ഭയത്തിലല്ല മഹദിയായ ഫാത്തിമ ബീവി കരഞ്ഞുപോയതോ. മറിച്ചോ ഞാനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞാൽ പോലും എല്ലാവരും ഒരു അന്യരും കാണാൻ പാടില്ല, അതെല്ലാം വണ്ണം മനസ്സിലാക്കാൻ പാടില്ല എന്ന് ചിന്തിച്ച് കരഞ്ഞ മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ ബീവിയാ മോളെ നമ്മുടെ റോൾ മോഡലാവേണ്ടതോ. ആ ഫാത്തിമ ബീവിയാ മോളെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതോ. ഓ ഉമ്മമാരെ, ഓ ഉപ്പമാരെ, ഒരൊറ്റ വിഷയം കൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കുകയാണോ. അതെ, ഒരു പക്ഷേ ഉപ്പ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാവാ, അല്ലെങ്കിൽ ഉമ്മ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാവാ. നിങ്ങൾ ഹിജാബിട്ട് മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. പിതാവെ നിങ്ങളെ ഔറത്ത് മറക്കാതെ ഒരാളുടെ മുന്നിലും പോകാറില്ല. പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സുണ്ടല്ലോ, അത് അല്ലാഹു പൊരുത്തപ്പെടാത്ത രൂപത്തിലുള്ള ഡ്രസ്സാണോ, ഹബീബ് ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള ഡ്രസ്സാണോ? ആ ഡ്രസ്സിട്ട് നടന്നതിന്റെ പേരിലാകാം ഒരുപക്ഷെ നിന്റെ മോള് നരകത്തിലെത്തിപ്പോകുന്നതോ. ആ നരകത്തിലേക്ക് മകള് പോകുമ്പോ, ആ നരകത്തിലേക്ക് നമ്മളെ മക്കളെ മലക്കുകൾ കൊണ്ടുപോകുമ്പോ ഒരുപക്ഷെ നീ സ്വർഗത്തിന്റെ അവകാശിയാവാ. എന്നാ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, നീ സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയതിന്റെ മക്കളുണ്ടല്ലോ, ആ മക്കളിതാ വരുന്നു. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ ഞാൻ വ്യത്യസ്ത മോഡൽ വസ്ത്രങ്ങൾ ഇറങ്ങുമ്പോ എന്റെ ഉപ്പാനോട് ആവശ്യപ്പെട്ടപ്പോ പാടില്ലാത്തതാണെന്ന് ഒരു വാക്കുപോലും എന്നോട് എന്റെ ഉപ്പ പറഞ്ഞിട്ടില്ല. എന്റെ ഉമ്മ എന്നെ സപ്പോർട്ട് ചെയ്തതാണോ? അവരാണ് എനിക്ക് ആ രൂപത്തിൽ നീമ ഹബീബായ തങ്ങളും പൊരുത്തപ്പെടാത്ത രൂപത്തിലുള്ള മോഡൽ ഡ്രസ് വാങ്ങിത്തന്നത്. അതുകൊണ്ട് ഈ ഉപ്പാനെയോ ഉമ്മാനെയോ നീ സ്വർഗത്തിൽ കടത്താൻ പാടില്ല, അതിനെ ഞാൻ സമ്മതിക്കൂല. സ്വന്തം മക്കളെ എന്ന് പറയുന്നു. എന്നിട്ട് അല്ലാഹുവിനോട് അവരെ പറയുന്ന വിഷയം എന്താ? ആ ഉപ്പാനെയും ഉമ്മാനെയും നരകത്തിൽ ഇടണമെന്ന് മാത്രമല്ല, അല്ലാ എന്റെ ഉപ്പാനെയും ഉമ്മാനെയോ എന്റെ കാലിന്റെ അടിയിലാക്കി നീ നരകത്തിൽ ഇട്ടു തരണോ. അവരാണ് അനീഗതയിലെത്താനുള്ള കാരണമെന്നോ ആ മഹ്ശറാലോകത്തിനെല്ലാം മക്കള് വന്ന് പറയും കേട്ടോ. അല്ലാഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടല്ല യുവാക്കളെ, ഓ യുവതികളെ, അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിലല്ലാതെ ജീവിക്കാൻ പാടില്ല കേട്ടോ. നിന്റെ നോട്ടം അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിലാവണോ, നിന്റെ കളികൾ അല്ലാഹു പൊരുത്തപ്പെട്ട കളികളാവണോ, നിന്റെ ചലനങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിലാവണോ. നീ വാട്സപ്പ് ഉപയോഗിച്ച് അല്ലാഹു പൊരുത്തപ്പെട്ട ഒരു രൂപരേഖ നീ അതിന് വെക്കണോ. നീ ഫേസ്ബുക്ക് ഉപയോഗിച്ചോ, പക്ഷെ അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏത് വിഷയത്തിലോ അല്ലാഹു പൊരുത്തപ്പെട്ടതാണോ, ഹബീബ് ഇഷ്ടപ്പെട്ടതാണോ എന്ന് ഒരു വേള ചിന്തിക്കാതെ
വർത്തനവോ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചിന്തനീയ പ്രഭാഷണങ്ങൾ, ചാരുതയാർന്ന മദ്ഹ്, ചരിത്ര വ്യാഖ്യാനങ്ങൾ, ഖുർആൻ, ഹദീസ് പാഠ്യങ്ങൾ എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. www.youtube.com ഇല്യാസ് മുണ്ടംപറമ്പ.